വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ന്യൂസ് 18-നുമായി സംസാരിക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക, അതൊരു സാധാരണ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെൻഷനും അവരുടെ ശമ്പളവും 1-ാം തീയതി കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു എത്ര കാലം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും? ഇപ്പൊ പറയാനൊക്കത്തില്ല. മന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ കണക്കുകളെടുത്ത് പരിശോധിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കൊടുക്കാൻ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടെ ദൂരപ്രദേശത്ത് എന്നെ കാണാൻ 2 സഹോദരിമാർ വന്നു. ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ പെൻഷനായവരാണ്, 7 മാസമായി, ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മന്ത്രിയല്ല എന്ന് പറഞ്ഞു. എന്നാലും സാറ് വരുവാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാനത് കാണും. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അതിന് എന്താണൊരു പരിഹാരം എന്ന് നമ്മൾ നോക്കാം. അല്ല പെട്ടെന്നൊരു ദിവസം പറയാം. അല്ല, ജനങ്ങളുടെ ആ ഒരു എന്തായാലും കെ ബി ഗണേഷ് കുമാർ ന്യൂസ് 18-നുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും ചെലവ് കുറച്ച് വരവ് കൂട്ടാനുള്ളതായിരിക്കും തന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ വകുപ്പ് തീരുമാനിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഏത് വകുപ്പായാലും ചുമതല സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വ്യക്തമാക്കിയിട്ടുണ്ട്.